أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ നിർദ്ദേശിക്കുന്ന യഥാർത്ഥമായ പരിഹാരങ്ങളെ ശരിയായി അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എല്ലാവർക്കും ജീവിതത്തിൽ ഭാഗികമായിട്ടെങ്കിലും ഉള്ളതാണ് ഏകാന്തത. നമ്മൾ ഒറ്റയ്ക്കാണോ, ഒറ്റപ്പെട്ടു പോകുന്നുവോ എന്ന ഒരു ചിന്ത. യഥാർത്ഥത്തിൽ മാനസികമായ സമ്മർദ്ദങ്ങളുടെയും മനപ്രയാസങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണത്. ഒരു പക്ഷേ ഈ ഏകാന്തതയെക്കുറിച്ച് നമുക്കൊരു നിശബ്ദ കൊലയാളി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു പക്ഷേ മരണപ്പെടുന്നവരിൽ ഒരു 26 മുതൽ 29 ഏകദേശം 30% ആളുകളുടെ അപ്രതീക്ഷിതമായ മരണം ഉണ്ടാകുന്നത് ഈ ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള വ്യാകുലതകളും അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ശാരീരികവും മാനസികവുമായ രോഗങ്ങളാണെന്ന് പൊതുവേ കണക്കുകളിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസികളായ നിലയ്ക്ക് നമ്മുടെ മുന്നിൽ ഇത് പരിഹാരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിനെ ഗൗരവപരമായി കാണേണ്ടതുണ്ടെന്നതാണ് സത്യം. മാനസികമായ അസ്വാസ്ഥ്യങ്ങളും പ്രയാസങ്ങളും കാണിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി, അവരെന്താണ് ഇത്തരം മാനസികമായൊരു സംഘർഷം മരുന്നുകളെ കൊണ്ടും മറ്റു കാര്യങ്ങളെ കൊണ്ടൊന്നും മാറാതെ വന്നപ്പോൾ വെറുതെ അവരോട് ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ മക്കളും കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വേറെന്തപ്പോൾ പ്രശ്നം? അപ്പം അവർ പറയുന്നത് ഭർത്താവ് തീരെ സംസാരിക്കാത്ത ഒരാളാണ്, എന്ത് പറഞ്ഞാലും അതിന് മറുപടികളൊന്നും പറയില്ല. പിന്നെ നമ്മുടെ വേദനകൾ മക്കളോട് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിത്തീരും, ആരോട് പറയുന്നതാണ്. അപ്പം പറയാനൊരാളുണ്ടായപ്പോൾ അവിടെ രോഗങ്ങളൊക്കെ അത്ഭുതകരമായി മാറിയതായി കാണും. ഇപ്പോൾ ഒറ്റപ്പെടലുകളും ഏകാന്തതകളും നമ്മളെ വല്ലാതെ പ്രയാസപ്പെടും. നന്നായി പഠിക്കുന്ന, വളരെ നന്നായി ഉത്സാഹത്തോടുകൂടെ കോളേജിൽ വരുന്നൊരു കുട്ടി പഠനം ഇനി ആ കോളേജ് പോകില്ലെന്ന് പറയുന്നു. അതെന്താണ്? ക്ലാസ്സിൽ 10, 30, 40 കുട്ടികളുണ്ടായിട്ടും എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തുന്ന പോലെ അവൾക്ക് തോന്നി. എല്ലാവരും തന്നോട് പിണങ്ങുന്ന പോലെ, തന്നോട് ആർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നു. ആ ഏകാന്തത ഒരു പഠനം വേണ്ടെന്ന് തീരുമാനിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഒരു പക്ഷേ അല്പം പ്രായാധിക്യത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഏറ്റവും അധികം അനുഭവിക്കുന്നതായിരിക്കും ഈ ഏകാന്തത എന്ന് പറയുന്നത്. തകർന്നു പോകുന്ന ദാമ്പത്യങ്ങളിൽ ഈ ഏകാന്തത ഉണ്ട്. ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ തമ്മിലുള്ള മാനസികമായ ആത്മബന്ധങ്ങളില്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ, ആ ഏകാന്തതയുടെ മനപ്രയാസം അവരനുഭവിക്കും. സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഗ്രൂപ്പിസങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റാഫുകളൊക്കെ 2 ചേരികളായി നിന്ന് പരസ്പരം അപവാദങ്ങളും പിണക്കങ്ങളുമായി ജീവിക്കും. അതൊരു മാനസിക സമ്മർദ്ദമാണ്. ഞാൻ ഒറ്റപ്പെടുത്തപ്പെടുന്നുവോ എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. കുടുംബ കലഹങ്ങൾ അങ്ങനെയാണ്. ഒന്നിച്ച് ജീവിച്ച കുടുംബങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മാത്രം മാറ്റി നിർത്തപ്പെടുകയും ബാക്കിയുള്ളവരെല്ലാവരും ഒന്നിച്ചായിത്തീരുകയും ചെയ്യുമ്പോഴും ആ വ്യക്തി ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. ഈ ഏകാന്തതകളാണ് പലപ്പോഴും ആളുകളെ പുകവലിക്കാനും ലഹരിയിലേക്കും മ്യൂസിക്കിലേക്കും സിനിമകളിലേക്കും ലൈംഗിക വൈകൃതങ്ങളിലേക്കും എത്തിക്കുന്നതിൽ ഈ ഒറ്റപ്പെടലുകളിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാൻ വേണ്ടി
ആളുകൾ അനാശ്വാസങ്ങളിലേക്ക് പോകുന്നതും പ്രായമായവരിൽ പോലും കാണുന്നു എന്നതാണ് വസ്തുത. എത്ര തന്നെ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടെങ്കിലും ആ ആളുകളുടെ എണ്ണം കൊണ്ട് നമ്മൾ ഏകാന്തനല്ലാതിരിക്കുന്നില്ല. ഒരു ഹോസ്റ്റലിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും. ആ ഹോസ്റ്റൽ റൂമിൽ അപ്പുറത്തുപ്പുറത്തും കുട്ടികൾ കിടക്കുന്നുണ്ടായിരിക്കും. എങ്കിലും ആ വിദ്യാർത്ഥി ഏകാന്തനായിരിക്കും. നമ്മുടെ വീട്ടിൽ എല്ലാവരും അപ്പുറപ്പുറത്ത് കടന്നുറങ്ങുമ്പോഴും നമ്മൾ നമ്മുടെ കട്ടിലിൽ ഏകാന്തനായിരിക്കും. ചേർന്നൊരാൾ നമ്മളോട് കിടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഏകാന്തനായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഈ ഏകാന്തത യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പലതുകൊണ്ടും ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. ഒരാൾ റിട്ടയർമെൻറ്റ് കൊണ്ട് ഏകാന്തനാകാം, ജോലിയിൽ നിന്ന് തൽക്കാലം വിരമിക്കുമ്പോഴാകാം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാം, വിവാഹമോചനം ഒരാളെ ഏകാന്തമാക്കും, മരണം നമ്മളുടെ പ്രിയപ്പെട്ട നമ്മളെപ്പോഴും ഇടപഴകിയിരുന്ന ഒരാൾ മരണപ്പെട്ടാൽ, നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ ഇണകളോ മരണപ്പെട്ടാൽ ഒരാൾക്ക് ആത്മവിശ്വാസം ഇല്ലാതായി പോയാൽ മതി. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു വെറുതെ തോന്നുക, എന്നാലും ഒരാൾ ഏകാന്തനായി തീരുമെന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഫോണ്, അമിതമായ ഫോണിൻ്റെ ഉപയോഗം, എപ്പോഴും ഇങ്ങനെ ഫോണിലിരിക്കുക. അപ്പോൾ നമ്മൾ അമ്മക്ക് ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ആരോടും മിണ്ടുന്നില്ല, വർത്തമാനം പറയുന്നില്ല, കുടുംബവുമായി ഇടപഴകുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മളൊരു ഏകാന്തമാണെന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഏകാന്തത വലിയ. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു, കേൾക്കാനൊരാളില്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവന്നെ നമുക്ക് മറ്റൊരാളൊപ്പം ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. വിവാഹം, ഇണകളായിട്ട് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എല്ലാറ്റിനും ഒരാളൊപ്പം വേണം. അതാണ് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാൾ നമ്മളെ ഒപ്പമില്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുന്ന പരാജയങ്ങൾ നമുക്ക് ഒറ്റപ്പെട്ടതായി തോന്നാൻ പറ്റുന്നത്. ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പണിഷ്മെൻ്റാണ്. ജയിലിൽ കിടക്കുന്നവർക്ക് എന്താ വലിയ പ്രശ്നം? ജയിലിൽ വലിയ ശമ്പളമുണ്ട്, വലിയ സൗകര്യം ഉണ്ടെന്ന്, ഭക്ഷണം ഉണ്ടെന്നൊക്കെ പറയണത്. എന്താ സൗകര്യം? മറ്റുള്ളവരിൽ നമ്മൾ ഒറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. സാമിരി എന്ന് പറഞ്ഞ ആളാണ്. അയാൾക്കെതിരെ മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു വെച്ചാൽ ഊരുവിലക്ക് കൽപ്പിച്ചു. എന്നാൽ ആളുകളുമായി ഇനി ഒരു ബന്ധവും പാടില്ല. കാല ഫദ്ഹബ് ഫഇന്നലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്. ആര് നിന്നോട് മിണ്ടാൻ വേണ്ടി വന്നാലും നീ എന്ത് പറയണം? തൊട്ടുകൂടാ എന്ന് നീ എന്ത് ചെയ്യണം? പറയണം. എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂല എന്ന് നീ പറയണമെന്നാണ്. വഇന്നലക മൗഇദൻ ലൻ തുഖ്ലഫു വൻദുർ ഇലാ ഇലാഹിക്കല്ലദീ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ശിക്ഷ മൂസാ നബി അലൈഹി സ്വലാം വിധിച്ചത്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏകാന്തത എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ്. നമ്മൾ ഒരു മനുഷ്യനാവാൻ, ഒരു പൂർണ്ണനാകാൻ അള്ളാഹു രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് വിശ്വാസവും, ഒന്ന് അമലുസ്സാലിഹാത്തും. അതാണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്. ഇത് രണ്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പൂർണ്ണനായി. 4 കാര്യങ്ങൾ പറഞ്ഞില്ല. 2 കാര്യങ്ങൾ എന്താണെന്ന് അറിയങ്ങൾ? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പിന്നെ നമ്മൾ സമൂഹത്തിൽ നിർവഹിക്കേണ്ടതാണ്. സമൂഹത്തെ പൂർണ്ണമാക്കാൻ അവരെ സത്യം കൊണ്ട് ഉപദേശിക്കണം, ക്ഷമ കൊണ്ട് ഉപദേശിക്കണം. നമ്മുടെ പൂർണ്ണതയും ഈ സമൂഹത്തിന്റെ പൂർണ്ണതയും ഒന്നിച്ച് നിർവഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവർ. അത് വിശുദ്ധ ഖുർആന്റെ സംക്ഷിപ്താണ്. നമുക്ക് ഈമാനും അമലുസ്സാലിഹാത്തും വേണം. മറ്റുള്ളവർക്ക് നമ്മൾ നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നല്ല, നമ്മുടെ കഴിവും നമ്മുടെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ദീനിൻ്റെ പകുതി താല്പര്യം. പകുതി നമ്മളെ നന്നാക്കാനും പകുതി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്നാണ്. ഏറ്റവും വലിയ ഏകാന്തത ഇല്ലാതിരിക്കാൻ, രാത്രി ഒറ്റയ്ക്ക് ഉണർന്ന് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കൂലേ, അത് നമ്മൾ ഏകാന്തമല്ല. ഏറ്റവും അധികം നമ്മൾ ഏകാന്തതയിൽ മുക്തമാകുന്നൊരു സമയമാണത്. അതെന്താ? രാത്രി ഭയങ്കര ഇരുട്ടിയിട്ടും മറ്റുള്ളവരൊക്കെ ഉറങ്ങിയിട്ടും നമ്മളെന്താ ഏകാന്തമാകാത്തത്? നമ്മൾ പടച്ചവനോട് സംസാരിക്കാം. എല്ലാ കഴിവുമുള്ള പടച്ചവനിലേക്ക് നമ്മൾ അഭയം തേടുമ്പോൾ നമ്മൾ ഏകാന്തനല്ല. എല്ലാ ഏകാന്തതകൾക്കുമുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണെന്ന് വെച്ചാൽ കുറേ ആത്മബന്ധങ്ങളോ സുഹൃത്തുക്കളോ അല്ല, അള്ളാഹുവിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റണം. അതെല്ലാവർക്കും പറ്റൂല. അത് പറ്റണമെങ്കിൽ എന്ത് വേണം തരങ്ങൾ? അള്ളാഹു സ്വീകരിക്കാൻ മാത്രമുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ടും വിശ്വാസം കൊണ്ടും നമുക്ക് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പിടിച്ചു നിന്നത്. അവർ അള്ളാഹുവുമായി അത്ര അടുത്ത ആളുകളാണ്. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ തളരാതിരുന്നത്. അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ അള്ളാഹു ഉണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതാണ്. അതൊരു വല്ലാത്ത ബോധമാണ്. നമ്മുടെ ഏകാന്തതയെ, ഒറ്റപ്പെടലിനെ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ് സുഹൃത്തുക്കൾ. ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ബന്ധം, ആരും നമ്മളുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുമായി ബന്ധം എന്തെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കുക. അദ്കാറുകൾ ചൊല്ലിയിട്ടോ അള്ളാഹിനെക്കുറിച്ച് ഓർത്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ പറഞ്ഞിട്ടോ നമ്മളെ ഏകാന്തനല്ലാതെയാക്കുക.
ഏത് സന്ദർഭത്തിലും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അള്ളാഹുവോട് പറയാം, അള്ളാഹു പരിഹരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ആരുമില്ലല്ലോ, എനിക്ക് വന്നാൽ ആര് വരും? ഒറ്റക്കൊരു വീട്ടിൽ അന്തി ഉറങ്ങുന്നവന് പോലും ആത്മധൈര്യമാണത്. ഞാൻ വിളിച്ചാൽ ആര് വരും? ഓടി വരാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നവനും ആ ഏകാന്തതയിൽ അള്ളാഹു ഉണ്ടല്ലോ എന്നത് വല്ലാത്തൊരു തുണയാണ്. കദ്ദബത്ത് ഖബലഹും ഖൗമു നൂഹ് ഫകദ്ദബു അബ്ദനാ വഖാലു മജ്നൂൻ വസ്ദുജൻ. ഭ്രാന്തനാണെന്നൊക്കെ വിളിച്ചിട്ടാണ് നൂഹ് നബിനെ അവർ പരിഹസിച്ചത്. അപ്പം എന്ത് ചെയ്തു? ഫദആ റബ്ബഹു അന്നീ മഗ്ലൂബും ഫന്തസിർ. അല്ലാഹുവേ, ഞാൻ തോറ്റു, നീ എന്നെ സഹായിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഫതഹ്നാ അബ്വാബസ് സമാ. ആ വലിയ ശത്രുക്കളെ മുഴുവനും നശിപ്പിക്കാൻ അല്ലാഹ് ആകാശത്തിന്റെ വാതിൽ തുറന്നു. ഭൂമിയിൽ നിന്ന് ഉറവകൾ വന്നു, അത് പരസ്പരം കൂട്ടിമുട്ടി, എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. കപ്പലിൽ കയറി അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹു ഏത് സമയത്തും തുണയായി എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് യാക്കൂബ് നബി അതാ പറഞ്ഞത്. കാല ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാ. മക്കളൊക്കെ തന്നെ തൻ്റെ 2 മക്കളും പോയി, ബാക്കിയുള്ള മക്കളൊക്കെ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവോ എന്ന് തോന്നി, ഏകാന്തത തോന്നിയപ്പോൾ എൻ്റെ എല്ലാ സങ്കടവും ഞാൻ അള്ളാഹിനോട് പറയാനാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടൂല. ആരെങ്കിലും ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റല്ലേ? അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ ഒറ്റപ്പെടുമെന്നതാണ്. അപ്പോൾ ഒന്നാമത്തൊരു കാര്യം, അള്ളാഹുവുമായുള്ള ആത്മബന്ധം, പാപങ്ങളില്ലാതെ അള്ളാഹുവിലേക്ക് അടുത്ത് ഏത് സന്ദർഭമുണ്ടായാലും അള്ളാഹ് എന്നെ സ്വീകരിക്കും എന്ന ആത്മവിശ്വാസം. രണ്ടാമത്തൊരു കാര്യം എന്താണെങ്കിൽ, നമുക്ക് ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ വേണം. നമുക്ക് എല്ലാവർക്കും വേണം. അത് ഏത് സുഹൃത്ത് എന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ വേണം. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഫിറൗനോട് ദഅവത്ത് നടത്തുക. അത് ചില്ലറയല്ല, അത്രയും വലിയ. പോകാൻ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോണത്. അദ്ദേഹം അള്ളാഹുവോട് ആവശ്യപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, വജഅല്ലി വസീറം മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരാളെ തരണം. എത്രമാത്രം നമ്മൾ ബന്ധമുണ്ടോ, ഒന്ന് ആദർശ ബന്ധം. നമ്മളെപ്പോലെ ദീൻ ഉൾക്കൊള്ളുന്ന ഒരാളാണെങ്കിൽ അത് നമുക്ക് സഹായമാണ്. കുടുംബക്കാരനാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഹാറൂൻ അഖീനാണ്, എൻ്റെ സഹോദരനായ ഹാറൂനെ തരണം എന്നാണ്. ആ ഹാറൂൻ അലൈഹിസ്സലാം കൂടെ ഉള്ളത് വല്ലാത്തൊരു ശക്തിയായിരുന്നു. തനിക്ക് വേണ്ടി സംസാരിക്കാനും കൂടെ വരാനും എല്ലാം പങ്കുവെക്കാനും, അവസാനം കടൽ കിടക്കുന്നത് വരെ എല്ലാ സന്ദർഭത്തിലും ആ പ്രവാചകന്റെ കൂടെ ആ ഒരു സുഹൃത്തിന്. നമ്മൾക്ക് എപ്പോഴും ഒരു ആത്മബന്ധമുള്ള, നമ്മുടെ രഹസ്യങ്ങളെ ചോർന്നു പോകാത്ത, നമ്മുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യപ്പെട്ട ആത്മസുഹൃത്ത് നമുക്ക് ഏകാന്തതക്ക് പരിഹാരമാണ്. പക്ഷെ നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് വേറെ ഒന്നിനും നേരമില്ല. ഒരാൾക്ക് ഫോൺ ചെയ്യാൻ നേരമില്ല, ഒരാളുടെ നല്ലൊരു വർത്തമാനം പറയാൻ നേരമില്ല, ഒരാളെ സന്ദർശിക്കാൻ നേരമില്ല. ഈ തിരക്കിട്ട ജീവിതം സുഹൃത്തുക്കളെ, തിരക്കുകൾക്കിടയിൽ, ബഹളങ്ങൾക്കിടയിൽ നമ്മൾ ഏകാന്തനായി പോകും. ആ ഏകാന്തത അറിയാതെ നമ്മുടെ ജീവിതത്തെ പോലും നശിപ്പിച്ച് കളയുന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാന തരങ്ങൾ, ഏറ്റവും അടുത്ത ആൾക്കാരെ ഒറ്റപ്പെടുത്തുമ്പോഴാണ് ഏറ്റവും വലിയ ഏകാന്തത ഉണ്ടാവുക. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ, ഭാര്യ പിണങ്ങിയാൽ, മക്കൾ പിണങ്ങിയാൽ, സത്യം പറയുകയാണെങ്കിൽ എന്താ അറിയോ, ഏറ്റവും അടുത്തവരെയാണ് അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ ഏറ്റവും ബുദ്ധിമുട്ട്. അവരെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമുള്ള സംഭവം. ഭാര്യനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, മക്കളെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പണി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ? നമുക്ക് വർത്താനം പറയാൻ അറിയാത്തതുകൊണ്ട്, നമുക്ക് സംസാരിക്കാൻ അറിയില്ല. സംസാരിക്കാൻ അറിയാത്തവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല, അവരൊറ്റപ്പെട്ടു പോകും. എങ്ങനെ സംസാരിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. സദീദായ വാക്ക് വേണം. എന്താ സദീദായ വാക്ക്? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതേ പറയാവൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റൂ. നമ്മുടെ മനസ്സിനുള്ളിലുള്ള വെറുപ്പും, മക്കൾ ചെയ്ത പ്രവൃത്തിയിൽ നമുക്ക് വെറുപ്പുണ്ടാവും, ഭാര്യൻ്റെ പ്രവൃത്തി നമുക്ക് വെറുപ്പുണ്ടാവും, വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മൊത്തം വെറുപ്പുണ്ടാവും. അവിടെ പറയുമ്പോഴൊക്കെ ആ വെറുപ്പ് ആ വാക്കിൽ വരും. അതിന് വാചകങ്ങൾ വേണ്ട. നമ്മൾ പറയുമ്പോൾ അവരോടുള്ള അനിഷ്ടം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വാക്കുകളിൽ പ്രകടമാകും. അവിടെ നമ്മൾ പറയണത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. യുസ്ലിഹു ലക്കും അഅ്മാലക്കും. വാക്ക് നന്നായാൽ എല്ലാം നന്നാവുന്നതാണ്. വാക്ക് നന്നായാൽ എല്ലാം നന്നാവും. പറയാനും സംസാരിക്കാനും അറിയാന്നുള്ളതാണ്. ഖൗലു സദീദ് എന്ന് പറഞ്ഞാൽ ലീനുൽ കലാം എന്നാണ്, സൗമ്യമായ വർത്തമാനം എന്നാണ്. ഫി മുഖാതബത്തിൽ അനാം. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ലോലമായി സംസാരിക്കാൻ പഠിച്ചാൽ തന്നെ ആൾക്കാർ നമ്മൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനമാണ് സുഹൃത്തുക്കൾ. ഒരാൾ മരണപ്പെട്ടപ്പോൾ അവിടെ ഭയങ്കരമായ ജനക്കൂട്ടം. എന്താ, അയാൾ ഭയങ്കര പണക്കാരനായിട്ട് സമ്പന്ന ഔദാര്യങ്ങൾ കൊടുത്താൽ ഒന്നല്ല. പിന്നെന്താണ്, അയാൾക്ക് കുറേ കുടുംബങ്ങളുണ്ടോ, ഭാര്യ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ടില്ല. പിന്നെ എന്താ വരാൻ കാരണം? ഒരു വട്ടം അയാളെ കണ്ട ഒരാൾ അയാളെ മറക്കൂല. കാരണം അത്ര ആകർഷണീയമാണ് അയാളുടെ സംസാരം, അത്ര നിഷ്കളങ്കമാണ് അയാളുടെ സംസാരം.
അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ അയാളെ കണ്ടവരൊക്കെ അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. അതാണ് കാര്യം. സംസാരങ്ങൾക്ക് ഭയങ്കര നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമുക്ക് പെരുമാറാൻ അറിയില്ലെങ്കിൽ ഒരാൾ നമ്മളെ കണ്ടാൽ പുഞ്ചിരിക്ക പോലുമില്ല. ഈ ജനക്കൂട്ടങ്ങൾക്കിടയിൽ നമ്മൾ ഏകാന്തനാകും. പെരുമാറാൻ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സുഹൃത്തുക്കൾ. പിന്നെന്താ, ഇവിടെയൊക്കെ കൂട്ടായ്മകളുണ്ട്, ആൾക്കാരൊക്കെ യോജിച്ച്, അതിലൊക്കെ നമ്മളും വേണം. അവിടെ എന്തെങ്കിലും സ്ഥിരം സംഭാവന കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ മീറ്റിങ്ങിന് കൊണ്ടുവരും. അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാകും. ഒന്ന് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട്. ഈ വയലും പരിപാടിയും പള്ളികളൊന്നും ഉണ്ടാണ് വെറുതെ സുഹൃത്തുക്കൾ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഇരുന്ന് മീറ്റിംഗ് ഇരുന്നിട്ടാണ് എവിടെ സ്ഥലം വാങ്ങണം, എവിടെ പള്ളി വെക്കണം, എവിടെ പ്രസംഗം വെക്കണം, എവിടെ ഖുർആൻ ക്ലാസ് നടത്തണം എന്നൊക്കെ. നമുക്കൊക്കെ അതിൽ അഭിപ്രായം വേണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മൾ അതിലൊരു ഭാഗവാക്കാകണം. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ നാട്ടിൽ പിന്നെ പ്രാദേശികമായി ഫാമിലി അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു, ഒരു 10-20 കുടുംബങ്ങൾ ചേർന്നിട്ട്. അതിലൊക്കെ നമ്മൾ അംഗങ്ങളാകണം, നമ്മളതിൻ്റെ ഭാഗമാകണം. അപ്പോൾ ആ പ്രദേശത്ത് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. രാത്രി ഉറങ്ങുമ്പോൾ ആ അപ്പുറത്ത് വിളിച്ചാൽ വരാൻ ആളുണ്ട്. മനസ്സിലേ, നമ്മുടെ അസോസിയേഷനിൽപ്പെട്ട ഒരാൾക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ഒരു റിങ് ചെയ്താൽ ആൾ പാതിരക്ക് 12 മണിക്ക് വടിയെടുത്തിട്ട് വരും. ഇനി നമുക്ക് നമ്മൾ ഏകാന്തമാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. നമ്മുടെ കച്ചവടം, നമ്മുടെ കട, നമ്മുടെ തൊഴിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലെന്ന് വന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് നാം തന്നെയാകുന്നതാണ്. സേവനപ്രവർത്തനം നമ്മൾ ഭാഗമാകണം. എത്ര കാര്യങ്ങൾ, ഒരാൾ ഹോസ്പിറ്റലായാൽ ലക്ഷങ്ങളാണ്. അയലോക്കക്കാരും നാട്ടിലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ സുഹൃത്തുക്കൾ, അയാളെ മയ്യത്ത് അവിടുന്ന് വിട്ട് കിട്ടൂല. ആശുപത്രിയിൽ നിന്ന് മയ്യത്ത് വിട്ട് കിട്ടൂല. എമർജൻസി വന്ന് ഹോസ്പിറ്റലായി 5 ലക്ഷം 6 ലക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കാൻ പറ്റും? ആര് ബില്ലടക്കും? ആര് ജാമ്യം നിൽക്കും? അപ്പം തരുക. അവിടെ ഓടിക്കൂടാനും വരാനൊക്കെ നമുക്ക് ആൾ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാകണം. വല്ലാത്തൊരു മനസ്സിന് ചാരിതാർത്ഥ്യം കിട്ടുന്നതാണ് എന്ത് കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എല്ലാം കൂടെ പറയണം അല്ലാഹു. ആ പറയണ കൂട്ടത്തിൽ വിശ്വാസ ഈമാൻകാരി ഇസ്ലാംകാരി ഒക്കെ പറയുന്നുണ്ട്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീന വബിനസ് സബീൽ. അടുത്ത ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നാണ്. വസ്സായിലിൻ ചോദിച്ചു വരുന്നവർക്ക്, വഫിരിഖാബി അടിമക്ക്. പിന്നെയും പറയണ വാക്കാമ സ്വലാത്ത വാത്ത സക്കാത്ത്. ഈ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ഇതിന്റെ ഭാഗം തന്നെയല്ലേ? ഈമാൻ കാര്യത്തിന്റെ ഇസ്ലാം കാര്യത്തിന്റെ ഒക്കെ പോലെ തന്നെയാണ്. എല്ലാറ്റിലും ഉണ്ട് സുഹൃത്തുക്കളെ സാമൂഹ്യ ബന്ധം. നിങ്ങൾ ഈ പള്ളിക്ക് ഒറ്റക്കൊന്ന് നിസ്കരിച്ചു നോക്കൊണ്ട് നിങ്ങൾ ആ മാനസികാവസ്ഥയിലെ ജമാഅത്തിന് വന്നാൽ കിട്ടുക. ആൾക്കാരൊക്കെ പാടെ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ വരുമ്പോൾ കിട്ടണ മാരില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എല്ലാ നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് ഒറ്റയ്ക്ക് താഴത്തെ ഫ്ലോറിലൊന്ന് നിസ്കരിക്കും പോലെയല്ല ജമാഅത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുക മാനസിക. നോമ്പ് തുറക്കാൻ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടാണ്. അറഫയിൽ എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം കിട്ടാണ് അല്ലേ? ഏകാന്തമായി ഒറ്റയ്ക്കിരുന്നൊരു സന്യാസത്തെക്കുറിച്ചല്ല പറയണത്. എല്ലാവരുടെയും കൂട്ടത്തിലാണ് ആരാധനകൾ പോലും സംവിധാനിക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. ഇവിടെ പാലിയേറ്റീവ് കെയറുകളുണ്ട്. ആർക്കും വേണ്ടാതെ, പലപ്പോഴും ചികിത്സിക്കപ്പെടാതെ പിന്നെ വേദനകൾ തിന്ന് മരണത്തെ കാത്തു കിടക്കുന്നവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരെ ഒന്ന് സന്ദർശിക്കാനും ആശ്വസിപ്പിക്കുവാനും സുഹൃത്തുക്കൾ ഏതെങ്കിലും സംഘടനക്കാരോ ആളുകളോ തീരുമാനിക്കണം. ഞമ്മക്കതിന് ഒഴിവാണ്. ഒരു രോഗിനെ പോയി കാണാൻ, ഒരു നേരം കാണാൻ, അതൊക്കെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, ഏകാന്തതയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരാളെ നമ്മളെന്നും നമ്മുടെ സ്ഥാപനത്തിൽ ഒരാളുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 20 കൊല്ലമായിട്ട് അയാളെ കാണാൻ തുടങ്ങുന്നുണ്ട്. മനസ്സിലായി? അയാൾ അങ്ങനെ കയറിപ്പോയി, നമ്മളിങ്ങനെ കയറിപ്പോയി. അയാളുടെ 2 മിനിറ്റ് വർത്താനം പറഞ്ഞ് എവിടുന്നാ വരുന്നത്, എന്താ വരുന്നത് നിങ്ങൾ എന്ന് ചോദിക്കുന്നുവോ അന്ന് മുതൽ അയാളൊരു ചിരി എന്നും രാവിലെ നിങ്ങൾക്ക് തരും. അതാണ് ബന്ധം എന്ന് പറഞ്ഞാൽ. അത് പരിചയപ്പെട്ടില്ലെങ്കിലോ ഇനി 10 കൊല്ലം അവിടെ നിന്നാലും അയാളിങ്ങനെ മുഖം കറുപ്പിച്ച് നമ്മൾ നടന്നു പോകും, ഒരു പരിചയമില്ലാത്ത പോലെ. എന്നും കാണുന്നു എന്ന് പറയുന്നു. ഒന്ന് മിണ്ടാൻ, ഒന്ന് സംസാരിക്കാൻ, ഒന്ന് സലാം പറയാൻ. അഫ്ഷു സലാമ ബൈനക്കും. ഇതിനൊന്നും നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും. നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് ആരുമല്ല, നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് നാം തന്നെ. ആ മനോവേദനകൾ നമ്മുടെ മരണത്തിലേക്ക് എത്തിക്കും, മാറാ രോഗങ്ങളിലേക്ക് എത്തിക്കും, അശ്ലീലങ്ങളിലേക്കും അവിഹിതങ്ങളിലേക്കും നയിക്കും. അതുകൊണ്ട് ഏകാന്തമാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കും. ഒന്ന് അള്ളാഹുവിലേക്ക് അടുക്കുക, അയൽവാസികളുമായും എല്ലാവരുമായും നല്ല ബന്ധം പുലർത്താം. ഒരിക്കൽ നമ്മളെ കണ്ടവർ, നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപീകരിച്ചെടുക്കുക. അങ്ങനെ ശരിയായ ഈമാനോടുകൂടെ ശരിയായ ഇസ്ലാമിക നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാനും ആ ഉറ്റവരെയും ഉടവരെയും ബന്ധുക്കളെയും എല്ലാം സ്വർഗത്തിൽ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ
കൊടുത്ത ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന്. കണ്ണിലെണ്ണ ഒഴിച്ച് പ്രവാചകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യരോട് നോക്കിയിട്ട് ഏറ്റവും ഉത്തമ മാതൃകയാണ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആ പ്രവാചകനിൽ അത് അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്നാണ്. ഒരിക്കൽ നബിയെ സ്വല്ലല്ലാഹു കണ്ട ആൾ, വെറുതെ നബിയെ കാണാൻ വന്ന ആൾ, കണ്ടിട്ട് മുസ്ലിമായ ആൾക്കാർ നബി സ്വല്ലല്ലാഹു അലൈഹി അടുത്തിങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് ആ പെരുമാറ്റം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഖാലിഖിൻ നാസ് ബി ഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൽ നമ്മൾ ആളുകളോട് പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബന്ധങ്ങളിൽ എല്ലാവരോടും, നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ. അപ്പോൾ നല്ല നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞു. നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നവന് സ്വർഗമുണ്ട് എന്നാണ്, അത്രയും പ്രധാനം. നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ കാരണം നാവാണെന്നാണ്. നന്നായി സംസാരിക്കാനും നന്നായി പെരുമാറാനും ആളുകളോട് ബന്ധം സ്ഥാപിക്കാനും നമുക്ക് പറ്റണം. അറ്റുപോകുന്ന ഒരു ബന്ധങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല. ബന്ധങ്ങൾ എത്ര വരുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും മനസ്സമാധാനവും സാധ്യമാകും. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അവർ നമ്മളോട് കരുണ കാണിക്കും. കരുണയോടുകൂടെ ജീവിക്കുമ്പോൾ ധാരാളം നമുക്ക് കരുണ ലഭിക്കും, ആത്മബന്ധങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇടയ്ക്കതൊക്കെ ഒന്ന് ആലോചിക്കണം. ഞാനൊക്കെ ഒന്ന് മാറാനുണ്ടോയെന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മാറ്റമുണ്ടാവുക. ആ മാറ്റമാണ് സമൂഹത്തിലും നമ്മളിൽ പ്രതിഫലിക്കാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല സ്വഭാവത്തിന് ഉടമസ്ഥരാകുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങൾ, ധാരാളം ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, നിങ്ങളെപ്പോഴും ജുമാ തിരിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആളാണ്. അദ്ദേഹം അല്പം രോഗ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ രോഗികളായ എല്ലാ ആളുകളെയും രോഗങ്ങളെയും വിഷമങ്ങളെയും പ്രതിസന്ധികളെയും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം. റഹ്മാനെ, ജീവിതത്തിൽ നിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഹൃദയ വിശാലത ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.